Hi guys and welcome to Ecosport. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചെറിയൊരു ആക്സിഡന്റിന്റെ റിവ്യൂ ആണ്. നെക്സോൺ ആൻഡ് ഇക്കോസ്പോർട്ട് തമ്മിലുണ്ടായ ഒരു ചെറിയ ആക്സിഡന്റ് ആണിത്. ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ഇത് അത്ര ഭീകരമായിട്ടുള്ള ആക്സിഡന്റ് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു ആക്സിഡന്റിനെ കുറിച്ചുള്ള ആക്ച്വലി കൂടുതൽ വിവരങ്ങളൊന്നും അവൈലബിൾ അല്ല. നമുക്ക് ജസ്റ്റ് ഇതിന്റെ കുറച്ച് ഷോർട്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു ഇമേജസിൽ തന്നെ വളരെ ക്ലിയർ ആണ്. പിന്നെ ഇത് ഞാൻ കോപ്പി അടിച്ച് ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കോപ്പി അടിച്ച് ചെയ്യുന്നതൊന്നുമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് അവിടെ നിന്നൊക്കെ തന്നെയാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. ഇതിൽ വാട്ടർമാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇനി ഈ ആക്സിഡൻറ്റിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ വിവരങ്ങൾ അവൈലബിൾ അല്ല, പക്ഷേ ഒരു ഫോട്ടോസിൽ നിന്ന് തന്നെ ക്ലിയർ ആവുന്നുണ്ട്. നെക്സോൺ മേ ബി ഫ്രണ്ടിൽ നിന്ന് ഒരു ഹാർഡ് കോർ ബ്രേക്ക് ചെയ്ത് കാണുമായിരിക്കും. പക്ഷേ അപ്പോൾ ഇക്കോസ്പോർട്ടിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പുറകിൽ പോയി ഇടിക്കാനാണ് സാധ്യത. അങ്ങനെയാണ് ഈ ഇമേജസിൽ നിന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അധികം സ്പീഡിലൊന്നും അല്ല ഈ ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. അതും ഈ ഫോട്ടോസ് കണ്ടാൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. രണ്ട് വാഹനങ്ങളിലും വളരെ മിനിമൽ ആയിട്ടുള്ള ഡാമേജസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവൻ ഇക്കോസ്പോർട്ട് നോക്കാനാണെങ്കിൽ ഫ്രണ്ട് ഗ്രില്ലിന് മുകളിലുള്ള അതായത് ഹുഡ് ഏരിയ കുറച്ച് ഒന്ന് ബെൻഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊന്ന് ചളങ്ങിയിട്ടുണ്ട്. അത് അത്യാവശ്യം എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ദൂരെ ഒന്ന് നോക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണില്ലെങ്കിലും അടുത്ത് വന്ന് നോക്കുമ്പോൾ ഗ്രില്ലിന് മുകളിൽ കുറച്ച് ചെറിയ ഡാമേജ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി നെക്സോണിന് വന്നിരിക്കുന്ന ഡാമേജ് നോക്കാനാണെങ്കിൽ ബൂട്ട് ഡോറിൽ മാത്രമാണ് ഇവിടെയും ഡാമേജസ് വന്നിരിക്കുന്നത്. ഡാമേജ് ആണെങ്കിലും ഒരുപാട് ഡാമേജ് വന്നു എന്ന് പറയാൻ പറ്റില്ല. ബൂട്ട് ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ ഡാമേജ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലോണം തന്നെ ബെൻഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ചളങ്ങിയിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ബിക്കോസ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള, നല്ല സേഫ്റ്റി ഉള്ള, എന്നാൽ നല്ല സോളിഡ് ആയിട്ടുള്ള രണ്ട് വാഹനങ്ങൾ തമ്മിൽ ചെറിയ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ രണ്ട് വാഹനങ്ങൾക്കും ഡാമേജസ് അത്യാവശ്യം വരും. അത്യാവശ്യം എന്ന് പറയുന്ന ആക്സിഡൻ്റ് ആണെങ്കിൽ ചെറിയ മിനിമൽ ആയിരിക്കും ഡാമേജ്. അത്യാവശ്യം വലിയൊരു ആക്സിഡൻ്റ് ആണെങ്കിൽ അതിൻ്റേതായ ഡാമേജസും കൂടുതൽ രണ്ട് വാഹനങ്ങളിലും കണ്ടേക്കാം. സാധാരണഗതിയിൽ നെക്സോൺ അല്ലെങ്കിൽ ബാക്കിയുള്ള നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ മാരുതി സുസുക്കിയുടെ ഏതെങ്കിലും ഒരു കാറിൽ പോയി ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ മാരുതിയുടെ വാഹനങ്ങൾക്ക് കൂടുതൽ ഡാമേജ് നമ്മൾ കാണുന്നത് അതിൻ്റെ ക്രംബിൾ സോൺസ് വീക്ക് ആയതുകൊണ്ടും ഈ ഒരു വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ലതായതുകൊണ്ടും മാരുതിയുടെ വാഹനങ്ങളുടെ ക്രംബിൾ സോൺസ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു വാഹനത്തിൽ വരേണ്ട ഇമ്പാക്റ്റ് കൂടി അബ്സോർബ് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ്. അതായത് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ഈ ഒരു വാഹനത്തിൽ വരേണ്ട ഇമ്പാക്റ്റ് കൂടി മാരുതിയുടെ ക്രംബിൾ സോൺസ് അബ്സോർബ് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിൽ അത്രയും ഡാമേജസ് കുറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കേസ് അങ്ങനെയല്ല. രണ്ടും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ്, അത്യാവശ്യം നല്ല രീതിയിൽ സേഫ്റ്റി ഓഫർ ചെയ്യുന്ന വാഹനങ്ങളാണ്. നെക്സോൺ ആണെങ്കിലും ഇന്ത്യസ് തേർഡ് മോസ്റ്റ് സേഫസ്റ്റ് കാറാണ്. ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് മഹീന്ദ്ര XUV 300 ആണ്. സെക്കൻഡ് പൊസിഷനിൽ ടാറ്റ അൾട്രോസ് ആണ്. ഇക്കോസ്പോർട്ടിൻ്റെ ക്രാഷ് ടെസ്റ്റ് ഇതുവരെ ഫോർഡ് ചെയ്തിട്ടില്ല. ആക്ച്വലി അവർ കോൺഫിഡൻ്റ് ആണെങ്കിൽ എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റ് കൂടി ചെയ്യേണ്ടതാണ്. ബിക്കോസ് അവരെന്തായാലും കോൺഫിഡൻ്റ് ആണ് ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ എന്നാലും ഫോർഡ് ഈ ഒരു വാഹനം ക്രാഷ് ടെസ്റ്റിന് അയക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് ഇപ്പോൾ ഫോർഡ് ആസ്പയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഉള്ള സോളിഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു വാഹനമാണ് ആസ്പയർ. പക്ഷേ എന്നാലും അതിൻ്റെ ക്രാഷ് ടെസ്റ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ വെറും 3 സ്റ്റാർ റേറ്റഡ് കാറായിരുന്നു ആസ്പയർ. ഇക്കോസ്പോർട്ടും അങ്ങനെ ആയിരിക്കും എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇക്കോസ്പോർട്ട് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാം, ചിലപ്പോൾ കുറച്ച് മോശമായിട്ട് പെർഫോം ചെയ്യാം. ഇപ്പോഴത്തെ കാലത്ത് ആക്ച്വലി ബോഡി വെയിറ്റ് കൊണ്ട് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി അളക്കുന്ന കാലം കഴിഞ്ഞു. ബിക്കോസ് വെറും 1039 kg ബോഡി വെയിറ്റ് വെച്ച് മാഗ്നൈറ്റിന് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടി. അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി സെൽട്ടോസ് നോക്കുകയാണെങ്കിലും ബോഡി വെയിറ്റ് അത്യാവശ്യം സെൽട്ടോസിനുണ്ട്. ബട്ട് സ്റ്റിൽ വെറും 3 സ്റ്റാർ റേറ്റഡ് കാർ ആയിരുന്നു സെൽട്ടോസ്. ഈവൻ 0.03 പോയിൻറ്റ്സ് സെൽട്ടോസിന് കുറഞ്ഞിരുന്നെങ്കിൽ അത് വെറും 2 സ്റ്റാർ റേറ്റഡ് കാറായി മാറിയേനെ. ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ക്ലിയർ എക്സാമ്പിൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു ക്ലിയർ വിന്നർ ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു വാഹനം ആക്സിഡൻ്റ് ആകുമ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനെ എത്രമാത്രം സേഫ് ആക്കി ഈ ഒരു വാഹനത്തിന് രക്ഷിക്കാൻ പറ്റും എന്നതാണ്. അല്ലാതെ വണ്ടിക്ക് വരുന്ന ഡാമേജസ് അല്ല സേഫ്റ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ അതും സേഫ്റ്റിയും തമ്മിൽ അത്യാവശ്യം വ്യത്യാസമുണ്ട്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ സ്ട്രോങ് ആണോ, വീക്ക് ആണോ, അല്ലെങ്കിൽ ഇനി പാനൽ ഗ്യാപ്സ് എന്തെങ്കിലും ഉണ്ടോ, മെറ്റൽസിന് ഇറഗുലാരിറ്റി അല്ലെങ്കിൽ വാഹനത്തിലെ ഏതെങ്കിലും ഏരിയാസിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടോ, ഇതൊക്കെയാണ് ബിൽഡ് ക്വാളിറ്റി കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. സേഫ്റ്റി എന്നതും ബിൽഡ് ക്വാളിറ്റി എന്നതും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇനി ബിൽഡ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി തമ്മിലുള്ള കൂടുതൽ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും ടിഗോറും ബലേനോയും കൂടെ നടന്ന ഒരു ആക്സിഡൻറ്റിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ആ ആക്സിഡൻറ്റിൻ്റെ റിവ്യൂ ഒഴിവാക്കി നിങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് പാർട്ട് കണ്ടോളൂ. അതിൽ ബിൽഡ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി തമ്മിലുള്ള മേജർ ഡിഫറൻസും മറ്റ് പോയിൻറ്റ്സും എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ ചെറിയൊരു ആക്സിഡൻറ്റിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തോളാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനും ആക്സിഡൻറ്റ് റിവ്യൂസിനൊക്കെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് കൂടി ആക്കി വെച്ചേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ അപ്കമിംഗ് അപ്ഡേറ്റ്സ് ഓഫ് ലേറ്റസ്റ്റ് കാർസ്.